നമസ്കാരം. ദിസ് ഈസ് 100.9 FM വരന്തൂരുടെ സഞ്ചാരമായി ഇടുക്കിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം വിജയ് ദേക്കുട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം വിജയ് ദേക്കുട്ടി ഇന്ന് കൃത്യം 5 മണി ഇപ്പോൾ ലൈവിന് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് എന്നും കൂടി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നും ആടെങ്കിലും ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, എന്തെങ്കിലുമൊക്കെ തരം വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺബോക്സ് ഇടുക, നമ്മൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇടുക്കി കോൾഡ് യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതുപോലെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അടുത്തുള്ള ഷെയർ ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ എല്ലാവരും ഷെയർ ചെയ്യൂ. നമ്മളെ കട്ട സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ ആൾക്കാരൊന്നും കണ്ടില്ലേ വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജോയി ചേട്ടനാണ് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോയി ചേട്ടോ ഹായ്. ജോയി ചേട്ടോ എബി ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് എബി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നമ്മുടെ ഷാരൻ ചേട്ടൻ അങ്ങനെ ഇന്നും തേടിച്ചിട്ടുണ്ട്. ഷാരൻ ചേട്ടാ ഹായ്. ഫൈസൽ റഹ്മാൻ ചേട്ടൻ നമ്മുടെ ഇന്നും ലൈവിനൊക്കെ വന്ന് നമ്മൾ കട്ട സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് ഫൈസൽ റഹ്മാൻ ചേട്ടനാണ് കേട്ടോ. ഹായ് കേട്ടോ. നമ്മുടെ ഷാരൻ ചേട്ടൻ ഇത് രണ്ടാമത് ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷാരൻ ചേട്ടൻ. ഇത് ഷാരൻ ചേട്ടൻ എന്താണ് ഇത് ഇന്ന് മൊത്തം കുറേ നേരം കുറേ ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് കേട്ടോ. അപ്പോൾ കണ്ടിട്ടില്ല എന്ന് ഓർത്തിട്ടാണെങ്കിൽ ഞാൻ കമൻസ് വായിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ഹായ് കേട്ടോ. അപ്പോൾ എനിവേ വാച്ചിങ് ഇടുക്കി ഗോൾഡ് 100.9 FM മലനിരക്കൂടെ സഞ്ചാരമായി ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് എന്തെങ്കിലും സ്വന്തം വിജയ് ദേക്കുട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല, എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ആരെങ്കിലും ബർത്ത്ഡേ വിഷസോ വെഡിങ് ആനിവേഴ്സറി വിഷസോ എന്തെങ്കിലുമൊക്കെ തരം വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺബോക്സിൽ ഇട്ടോളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ സുമീഷ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് സുമീഷ് ചേട്ടാ. പ്രണവ് ചേട്ടൻ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? സ്മൈലിക്കാണ് ഇട്ടിരിക്കുന്നത്. എന്താണ് പ്രണവ് ചേട്ടൻ ആലോചിക്കുന്നത്? നമ്മുടെ ലിജു ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. മുബിൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹൻസ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. സുനിൽകുമാർ ഏട്ടൻ ചായ കുടിച്ചല്ലോ. 5 മണിയായിട്ടില്ലേ? അപ്പോൾ 4 മണി കാപ്പി എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ 4 മണി കാപ്പിക്ക് ചായയൊക്കെ കുടിച്ചു. ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചോ? എല്ലാവരും ചായയൊക്കെ കുടിച്ചെന്ന് നോക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് കേട്ടോ. ഭരത്തേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് ഷാരൻ ചേട്ടൻ. പിന്നെ ഹായ് വന്നില്ല. ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് അവരടിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, സ്ഥലത്തില്ലായിരുന്ന സ്ഥിതിക്ക് ഞാൻ ലൈവും ചെയ്തില്ല. ഓക്കെ. അപ്പം നമ്മുടെ പ്രണവ് ഏട്ടൻ പിന്നെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഷറഫ് ഏട്ടൻ ഹായ് പറയുന്നുണ്ട്. ശിവചേട്ടൻ ഹായ് പറയുന്നുണ്ട്. സുമേഷ് ഏട്ടനും ഹായ് പറയുന്നുണ്ട്. ഹായ്. പുള്ളി ഡ്രസ് സൂപ്പർ എന്ന് അമരേട്ടൻ പറയുന്നുണ്ട്. പുള്ളി ഡ്രസ് സൂപ്പർ. ഓക്കെ, താങ്ക് യു കേട്ടോ. പുള്ളി ഡ്രസ് നല്ലല്ലേ പുള്ളി ഡ്രസ്? ഓക്കെ. നമ്മുടെ സുമേഷ് ഏട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. പ്രണവ് ഏട്ടൻ ഹായ് പറയുന്നുണ്ട്. ശിവചേട്ടൻ നൈസ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ. പ്രണവ് ഏട്ടൻ പിന്നെ ഹായ് ഒക്കെ പറയുന്നുണ്ട്. ഹൻസ് ഏട്ടൻ ഓ മൈ ഗോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് നമ്മുടെ മെസ്സേജ് ട്യൂൺ ഓഫ് ആക്കിയിടാൻ മറന്നുപോയി, സോറി. ഫോൺ സൈലൻ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ സൗണ്ട് ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ എന്നും ഇപ്പോൾ നല്ലൊരു പ്രശ്നമാണല്ലോ, നോട്ടിഫിക്കേഷൻ സൗണ്ട് ഓഫ് ആക്കിയിട്ടാൽ മറന്നു പോകും. ഓക്കെ. നമ്മുടെ സുമേഷ് ചേട്ടൻ ഹായ് വരുന്നുണ്ട്. ഹായ്. പ്രണവ് ചേട്ടൻ ഹായ് വരുന്നുണ്ട്. റോഹൻ ചേട്ടൻ ഹായ് വരുന്നുണ്ട്. മുസ്തഫ ചേട്ടനും സുമേഷ് ചേട്ടനും എല്ലാവർക്കും ബിഗ് ഹായ് കേട്ടോ. 1000 ആശംസകൾ സപ്പോർട്ട് ചെയ്യുക കുട്ടിക്ക് എന്ന് പറയുന്നത്. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഒത്തിരി തന്നെ വൈകാതെ തന്നെ നമ്മൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 108 വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പം നോട്ട് 7 അല്ല 108 വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ കട്ട സപ്പോർട്ടിന് ഇന്ന് നന്ദി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനുള്ളത് നിങ്ങളുടെ കടമയല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. സൂപ്പർ ഫാസ്റ്റ് വന്നല്ലോ, സൂപ്പർ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് MK ചേട്ടാ താങ്ക് യു. സൂപ്പർ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞത് താങ്ക് യു. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങ് നമ്മൾ ചെയ്യുക. ഓക്കെ. നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും സന്തോഷിക്കാൻ പറ്റുവാണെങ്കിൽ അത് അത്ര നല്ലതല്ലേ ആണ്. ഓക്കെ. പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് സുമേഷ് ചേട്ടാ. പാടാലോ. ഏത് പാട്ടിന്ന് പാടിത്തരണം പറഞ്ഞോളൂ, നമുക്ക് പാടിത്തരാം കേട്ടോ. അല്ലെങ്കിൽ ഞാനിന്ന് എനിക്കിഷ്ടമുള്ള പാട്ട് തന്നെ പാടിത്തന്നേക്കാട്ടോ. ഡിയർ സീസ് എന്തൊക്കെയാണ് പുതിയ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട്. ഡിയർ സീസ് എനിക്ക് വലിയ വിശേഷമൊന്നും ഇല്ല ബ്രോ. ഇപ്പോൾ ഒരേ പൊളിയായിട്ട് അങ്ങ് പോകുന്നു. നല്ല സുഖമായിട്ടൊക്കെ അങ്ങ് പോകും. റിയാ ചേട്ടൻ ഹായ് പറയുന്നത്. ഹായ്. അശ്വിൻ ചേട്ടൻ നൈസ് ഡ്രസ് എന്ന് പറയുന്നു. താങ്ക് യു. ഇതേ പ്രണവ് ചേട്ടൻ ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്മൈലീസ് ഒക്കെ ഇട്ട് വരുന്നുണ്ട്. ഹായ് പ്രണവ് കേട്ടോ. ഗബിൻ ചേട്ടൻ ഇതേ ഹായ്. ശിബിൻ ചേട്ടൻ ഹായ്. ചായ കുടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഈ ചായയൊക്കെ കുടിച്ചല്ലോ. സന്തോഷ് ചേട്ടൻ ഹലോ പറയുന്നുണ്ട്. ഹലോ. ഓക്കെ. അപ്പോൾ ഇന്ന് ആരുടെയും ബർത്ത്ഡേ വിഷസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കൂട്ടുകാരെ ആരുടെയും ബർത്ത്ഡേ വിഷസ് വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പറയാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, കസിൻസ്, റിലേറ്റീവ്സ് അങ്ങനെ ആരുടെയിലൊക്കെ ബർത്ത്ഡേ വിഷസോ എന്തെങ്കിലുമൊക്കെ വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. നമ്മൾ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ
മുത്തുചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് റിയാസ് ചേട്ടൻ ചിക്കാസ് കണ്ടുണ്ട്. ബിനീസ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് അഷ്റഫ് ചേട്ടൻ ചിക്കാസ് ഒക്കെ ഇടുന്നുണ്ട്. ഷാജിമു ചേട്ടൻ ഹായ് ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായാലും കണ്ടിട്ട്. എവിടെ പോയായിരുന്നു? ഇത് എവിടെ സ്ഥലം സിസ്റ്റർ നോക്കുന്നു? ഇന്നലെ നമ്മൾ ഇരുന്ന ആ സ്ഥലത്തിൻ്റെ വേറൊരു പരിസരമാണ് കേട്ടോ ഇത് തന്നെ. ഓക്കെ, നമ്മുടെ ഗോൾഡൻ ഹായ് എന്ന് പറയുന്നുണ്ട്. ഷിൻ ചേട്ടൻ ഗോൾഡൻ ഹായ്. എന്നാൽ പിന്നെ ഞാൻ സിൽവർ ഹായ് നിൽക്കാം. ഓക്കെ, നമ്മുടെ നിസാ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണ്ടി. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. കാട്ടിലാണോ നല്ല രസം എന്ന് നമുക്ക് ചേട്ടൻ പറഞ്ഞു. ആ, കാട്ടിലാണ്. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഈ കാട് ഒരു ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് കാട്ടിലൊക്കെയാണ് കേട്ടോ. ഇനി നമ്മളിങ്ങനെ അകത്ത് തന്നെ എങ്ങനെയാണ് നമ്മൾ നേച്ചറായിട്ട് നമുക്ക് പറ്റുന്ന ദിവസം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ദിവസം നമ്മൾ ഇറങ്ങും കിട്ടും. അതിനൊരു നമ്മളൊരു മാറ്റം വെക്കില്ല. ഇപ്പം മഴ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അകത്തിരുന്ന് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇതുപോലെ തന്നെ പുറത്തൊക്കെ വന്ന് നമുക്ക് പറ്റുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് കാണിച്ച് നമ്മൾ അങ്ങനെ തന്നെ അടിപൊളിയാക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിപിൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഓക്കെ, പെങ്ങളൂട്ടി കി ജയ് എന്ന് പറയുന്നുണ്ട്. പെങ്ങളൂട്ടി അപ്പോൾ ബ്രദർ കി ജയ്. ഹലോ ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. സൂപ്പർ എന്ന് പ്രതാപൻ ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു. വലിയ കമ്മലും കുഞ്ഞിപ്പൊട്ടും. ഓക്കെ, ഞാനിന്ന് സാധാരണ ഞാൻ എന്തെങ്കിലും ജിമിക്കൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളിൽ ഇടുക. അപ്പോൾ ഞാനിന്ന് സ്റ്റഡ് ഇട്ടു. ഇത് അത്ര വലിയ സ്റ്റഡാണോ? ഓക്കെ, എന്നാൽ സാരമില്ല. പക്ഷേ പൊട്ട് ഞാൻ അത്രയ്ക്ക് കുഞ്ഞു തന്നില്ല. ഇന്ന് കണ്ടാൽ അറിയാവുന്ന രീതിയിലുള്ള തരത്തിലുള്ള പൊട്ടല്ലേ ഇതൊട്ടേക്കുന്നത്. ഏതായാലും എനിക്കെങ്ങനെയാണ് തോന്നുന്നത്. MK ചേട്ടൻ 111 വന്നു. 111 ആയിരുന്നു വ്യൂവേഴ്സ്. പക്ഷേ ഇപ്പം 132 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 132 ആയിട്ടുണ്ട്. കട്ടപ്പനയിലെ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്നത് ജോയ് ചേട്ടൻ പിന്നല്ല. നമ്മുടെ ശിവചേട്ടൻ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ശിവചേട്ടൻ ഇത് തെലുങ്കാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ആ തെലുങ്ക് വായിക്കാൻ അറിയില്ല കേട്ടോ, സോറി. നമ്മുടെ ഷൈഫ് ചേട്ടൻ ഹായ് ദിയൂസ്, ഇന്ന് മൊഞ്ചത്തി ആയല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നല്ല, നമ്മളല്ലെങ്കിലും മൊഞ്ചത്തി ആണല്ലോ. ഓക്കെ, 1000 ഹലോ എന്ന് സുമേഷ് ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. ഇങ്ങനെ സുമേഷ് ചേട്ടനെ പോലെയുള്ള എല്ലാവരെയും കട്ട സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ വാച്ചിങ് എടുക്കിക്കോളൂ. 0.9 FM നിൽക്കുന്ന സഞ്ചരം ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം VJ കൂട്ടിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല. ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഇടുക്കിക്കോൾ എന്നൊരു യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ യുവർ ഹിയറിംഗ് VJ കുട്ടി. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കണമല്ലേ? ഓക്കെ, ഞാൻ ആ കാര്യം വിട്ടുപോയി. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കടക്കാം കേട്ടോ. എനിക്ക് ചേട്ടൻ ചെയ്യുന്നത് റിമിറ്റ് അമ്മയാണ് റോൾ മോഡൽ. നോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരുടെ റോൾ മോഡൽസ് ആകുക. ഓക്കെ, നമ്മുടെ 4 മണി കാപ്പിയൊക്കെ 5 മണിക്ക് വന്ന് ചോദിക്കുന്നത്. 4 മണി കാപ്പിയൊക്കെ 5 മണിക്ക് വന്നേ. ഞാൻ 4 മണിക്ക് തന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചു. അപ്പം നിങ്ങൾ ഒന്നിനും തന്നെ ആയിരിക്കുമല്ലോ കുടിച്ച്. അതോ 5 മണിക്ക് ആരെങ്കിലും കുടിച്ചോ? നമ്മുടെ റിറ്റോ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. പ്രസാദ് ചേട്ടൻ ഹലോ പറയുന്നുണ്ട്. ഹലോ. പ്രണവ് ഏട്ടനും ദീപു ചേട്ടനും ഒക്കെ ഹായ് പറയുന്നുണ്ട്. ഹായ്. ഇന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് ലൈവ് പോവട്ടെ. എല്ലേലും ഇന്ന് നമ്മൾ പൊട്ടിച്ചിരിച്ചുകൊണ്ടൊക്കെ ആണല്ലോ ലൈവ് ചെയ്യുന്നത്. നമ്മളതിനൊന്നും ഒരു മുടക്കം വരുന്നില്ല. നമുക്ക് അങ്ങനെ നമ്മൾ ചിരിക്കും. നമ്മുടെ ഓരോ വിശ്വസിനൊന്നും നമ്മളൊരു പിശുക്ക് വരുത്താറില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ ഒരേ പൊളിയായിട്ട് അങ്ങ് പോകണം. ഓക്കെ. നമ്മുടെ കിഷോർ ഏട്ടൻ ഹായ് പറയുന്നുണ്ട്. ഇടുക്കി എന്ന് പറയുന്നുണ്ട്. ഇടുക്കി. സുമേഷ് ഏട്ടൻ ഒരു പാട്ട് പാടൂ. ഒരു പാട്ട് മതിയോ? ഒരു പാട്ട് പാടിയാൽ മതിയോ? അതെന്താ ഒരു പാട്ട്? നമുക്ക് ഇഷ്ടം പോലെ പാട്ടൊക്കെ പാടുതരുള്ളൂ. സിസ്റ്ററുടെ ചിരിയുടെ ലൈവ് കാണാൻ നല്ല ഭംഗി. ഓ മൈ ഗോഡ്, താങ്ക് യു. ഓക്കെ, നമ്മുടെ രതീഷ് ഏട്ടനും മജിത് ഏട്ടനൊക്കെ ഹായ് പറയുന്നുണ്ട്. ഹായ്. കൂട്ടുകാരൻ പ്രണവിന്റെ ബർത്ത്ഡേ എന്ന് ഷാരൻ ചേട്ടൻ പറഞ്ഞത്. അപ്പം കൂട്ടുകാരൻ പ്രണവിന് ഇടുക്കി ഗോളിന്റെ വകയും എൻ്റെ വകയും എല്ലാവരെയും വകയും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ഏട്ടം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം എല്ലാവിധ ജന്മദിനാശംസകളും ഇടുക്കി ഗോളിന്റെ വകയും എൻ്റെ വകയും എല്ലാവരെയും മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇനിയുള്ള ജീവിതകാലമൊക്കെ ഇങ്ങനെ അടിച്ച് പൊള്ളിയായിട്ട് ഒരേ പൊള്ളിയായിട്ട് അങ്ങ് പോകാൻ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, കട്ടപ്പനയിലെ ചുന്ദരിക്കുട്ടി ഹായ് എന്ന് നീതി ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. പിന്നല്ല, നമ്മളെല്ലാം വീട്ടിലിരുത്തേ കൊറോണ മൊമെന്റ് ഹായ് എന്ന് ഷൈജു ചേട്ടൻ. അത് ഭയങ്കരമായിട്ട് സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. ഷൈജു ചേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കല്ലോ കേട്ടോ. സുജിത് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. കട്ടപ്പനയിലെ സുന്ദരി എന്ന് MK ചേട്ടൻ പറയുന്നുണ്ട്. പിന്നെ അല്ല, ചായ കുടിച്ചോ എന്ന് വർഗീസ് സാബു ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ചില്ല. സിസ്റ്റർ അടിപൊളിയായെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അടിപൊളിയാക്കണം ഇനിയും പറഞ്ഞു. ഓക്കെ,
ഐ എം കിഷോർ യുവർ ഫേസ് വെരി നൈസ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു കിഷോർ കേട്ടോ. കൂട്ടുകാരൻ പ്രണവിൻ്റെ ബർത്ത്ഡേ. അയ്യോ കൂട്ടുകാരൻ പ്രണവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വിശ്വസ് പറഞ്ഞിരുന്നല്ലോ, ഇനിയും പറയണോ? ഞെറിൻ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. എന്തോ ജോൺ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് ഇടുക്കിയുടെ ചുന്ദരിക്കുട്ടി ഹായ് എന്ന് നിത ചേട്ടൻ പറയുന്നുണ്ട്. ഇടുക്കിയിലെ ചുന്ദരി കുട്ടി ഹായ് എന്ന്. മൈ ഗോഡ് താങ്ക് യു. എന്തിനിങ്ങനെ പൊക്കുന്നു? സാരമില്ല. കമ്മൽ സൂപ്പറായും സുമേഷ് ചേട്ടൻ പറഞ്ഞെടുത്ത ആണോ? ശരിക്കും പറഞ്ഞാണോ? ചുമ്മാ നല്ലതാണോ? ഓക്കെ താങ്ക് യു കേട്ടോ. പുറത്താണ് നല്ലത് സിസ് എന്ന് അമ്മേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ അപ്പം നമ്മൾ ഇനി പുറത്തിരിക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നും തന്നെ. ഹലോ എന്നാ ഉണ്ട് വിശേഷം എന്ന് അബിൻ ചേട്ടൻ പറയുന്നു. വിശേഷം അങ്ങനെ ഒന്നുമില്ല, സുഖമായിട്ടൊക്കെ പോകുന്നു. എൻ്റെ നാടും നാട്ടുരുവകളും അത് ഏതൊരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ ഒരു ഹായ് പറയുന്നുണ്ട്. ഹായ് കേട്ടോ. ഇനി ബിഗ് ഹായ് കേട്ടോ. ഇപ്പോൾ ഇന്ന് ലൈവിന് വന്ന് എല്ലാവർക്കും നമ്മുടെ കട്ട ചങ്സിന് എല്ലാം ബിഗ് ഹായ് കേട്ടോ. സുജിത് ചേട്ടൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഹായ് സുന്ദരിക്കുട്ടി എന്ന് എബി ചേട്ടൻ പറയുന്നുണ്ട്. ഹായ് ഐ ലവ് യു എന്ന് കീർത്തി ചേച്ചി പറയുന്നുണ്ട്. സെയിം ടു യു. ഓക്കെ യു ആർ റിയലി ക്യൂട്ട് എന്ന് പറയുന്നുണ്ട് അശ്വിൻ ചേട്ടൻ. താങ്ക് യു. ബാ എന്ന് എജി ചേട്ടൻ പറയുന്നുണ്ട്. ബാ എവിടെ വരാൻ? ഹായ് അനീതി കുട്ടി എന്ന് ഷിയാദേട്ടൻ പറയുന്നുണ്ട്. ഹായ് ബ്രദർ എന്തൊക്കെയുണ്ട്? സിസ് എന്നും സുന്ദരിയാണെന്ന് പറയുന്നുണ്ട്. ഓ മൈ ഗോഡ് താങ്ക് യു അമ്മ ചേട്ടാ. സിസ് എന്നും സുന്ദരി എന്നൊക്കെ പറഞ്ഞതിന് എന്താണ് എല്ലാവരും പുട്ടൊക്കെയാണ് കഴിച്ചതെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ എങ്ങനെ തള്ളാൻ സാധിക്കുന്നു? നമ്മുടെ സിസ്റ്റർ മുടിക്ക് കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ആ സ്ഥലങ്ങളൊന്ന് കാണിക്കൂ. അയ്യോ അവിടെ ഒരു പാമ്പ് എന്ന് പറയുന്നു. അവിടെ പാമ്പുണ്ടോ? സാരമില്ല, പാമ്പൊക്കെ ഇരുന്നോട്ടെ. പാമ്പുണ്ടെങ്കിലും എനിക്കൊരു വിഷയമല്ല. അങ്ങനെ ഒരു പാമ്പിനെ കണ്ട തളരുമോ നമ്മൾ? ഇല്ല. ഓക്കെ ഞാൻ സ്ഥലമൊക്കെ വേണേൽ കാണിച്ചു തരാം, പക്ഷേ ഇവിടെ പാമ്പില്ല. ഓക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ പ്രദേശം മൊത്തം പുല്ല് അങ്ങനെ ഒരു സംഭവം സെറ്റപ്പൊക്കെയാണ്. ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഇന്നലെ കാണിച്ച സ്ഥലമല്ലല്ലോ ഇന്ന് കാണിച്ച സ്ഥലം. ഓക്കെ അപ്പം നമ്മൾ വ്യത്യാസമൊക്കെ വരുത്തുന്നുണ്ട് കേട്ടോ ഇന്നും. അപ്പം നമ്മുടെ മഹേഷയുടെ ചിക്കാസൊക്കെ ഇട്ടിരുന്നുണ്ട്. സോ ക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചാണോ? മൈ ഗോഡ് ശിവ ചേട്ടാ യുവർ ഫേസ് വെരി നൈസ് എന്ന് കിഷോർ ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. അതെ സുധരൻ ചേട്ടൻ താങ്ക് യു പറയുന്നുണ്ട്. എന്നാൽ പിന്നെ വെൽക്കം. ഓക്കെ ഞങ്ങൾ പത്തനംതിട്ട എന്ന് പ്രശാന്ത് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ പത്തനംതിട്ടയിലുള്ള എല്ലാ നമ്മുടെ ഫ്രണ്ട്സിനും ബിഗ് ഹായ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ പ്രശാന്ത് ചേട്ടൻ. ഓക്കെ ചേട്ടൻ ഹലോ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഹലോ ബ്രദർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലൈക്ക് കമന്റ് മാക്സിമം സപ്പോർട്ട്. അതെ ഓക്കെ അമ്മേട്ടൻ പറഞ്ഞില്ല. എല്ലാവരും തന്നെ നമ്മൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നുള്ള പ്രമോ സപ്പോർട്ട് കേട്ടോ. അതുപോലെ ഇടുക്കി കോൾ എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ സ്ട്രെങ്ത്. ഓക്കെ ഹലോ അനീതി കുട്ടി എന്ന് പറയുന്നുണ്ട്. ഹലോ ബ്രദർ ഓക്കെ യുവർ ഫേസ് വെരി നൈസ് എന്ന് പറയുന്നുണ്ട്. ഇത് കുറേ നേരമല്ലേ പറയുന്നത്. താങ്ക് യു. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾ രാവിലെ പുട്ടാ കഴിച്ചെന്ന് എനിക്ക് വളരെ വലിയ ഡൗട്ടാണ്. ഇങ്ങനെയൊക്കെ തള്ളാവോ? മൈ ഗോഡ്. ഡിയർ ഫ്രണ്ട് ഡിയ ഗുഡ് ലൈവ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു നമ്മുടെ ഓക്കെ ഹായ് മോള് എന്ന് നസീറേട്ടൻ പറയുന്നുണ്ട്. ഹായ് ബ്രദർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹായ് മോളെ കാപ്പി കുടിച്ച് വെച്ചേക്കുന്നുണ്ട് പ്രജിത്തേട്ടൻ. പിന്നെ കാപ്പി കുടിച്ചല്ലോ, ഇന്ന് വെളിയിലാണല്ലോ അല്പം വെളിച്ചം കുറവ്. എൻ്റെ പൊന്നി അപ്പോൾ ഇനി നമ്മൾ സ്ഥലം മാറ്റേണ്ടി വരുമോ? ഓക്കെ നല്ലല്ലേ? സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? നമ്മൾ എന്നും വെറൈറ്റി, നമ്മളെപ്പോഴും ഡിഫറെൻ്റ് ആണല്ലോ. ഓക്കെ നമ്മുടെ കീർത്തി ചേച്ചി സ്റ്റിക്കേഴ്സ് കിട്ടുന്നുണ്ട്. ഹലോ അനീതി കുട്ടി എന്ന് അശ്വിൻ ചേട്ടൻ പറയുന്നുണ്ട്. ഹലോ സുന്ദര ചേട്ടൻ അടിപൊളി എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട്ലി ആയി സംസാരം ദിയ കുട്ടിയുടെ പ്രത്യേകത. ഹിഹിക്കെ നമ്മളെല്ലാവരും അടുത്ത് ഫ്രണ്ട്ലി ആണല്ലോ. നമ്മൾ അങ്ങനെ ഇപ്പം ഒരാളെ അവോയ്ഡ് ചെയ്യുക ആ ഒരു പരിപാടി നമുക്കില്ല. പക്ഷെ എപ്പോഴും നമ്മൾ എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സാണ്, എല്ലാവരും ഫ്രണ്ട്സായിട്ടാണ് കരുതുക. പിന്നെ അങ്ങനെ നമ്മൾ ഒരു കാര്യത്തിലും ഒരു വ്യത്യാസം വരുത്താറില്ല കേട്ടോ. ഓക്കെ നമ്മൾ ഞങ്ങളെ അനിയത്തിക്കുട്ടി ദിയക്കുട്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും അനിയത്തിക്കുട്ടി. ഹലോ അനിയത്തിക്കുട്ടി നശ്വിൻ ചേട്ടൻ പറയുന്നുണ്ട്. ഹലോ ബ്രദർ ഫ്രണ്ട്ഷിപ്പ് എല്ലാവിധ പിന്തുണയും എന്ന് അമ്മേട്ടൻ പറയുന്നുണ്ട്. ഈ റിമീട്ടമ്മയാണെന്ന് സുമേഷ് ചേട്ടൻ പറയുന്നുണ്ട്. അയ്യോ അതെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ജയ് ചേട്ടൻ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഓ മൈ ഗോഡ് താങ്ക് യു. അശ്വിൻ ചേച്ചി ഹലോ പറയുന്നുണ്ട്. ഹലോ പുട്ടുപാട്ടോ നിങ്ങൾ പുട്ട് കഴിച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെയൊക്കെ എങ്ങനെ
തള്ളുന്നു. ഇന്ന് ലുക്കായിട്ടുണ്ടല്ലോ ഒന്ന്. പിന്നല്ല, ഇന്ന് നമ്മുടെ ലുക്കൊക്കെ ആണല്ലോ. ഡീ ചക്കരക്കുട്ടി നരച്ചേട്ടൻ വിളിക്കുന്നുണ്ട്. എന്തോ യോ വീഡിയോ ഐ ലവ് യു വെരി സോ മച്ച് എന്ന് കിഷോറേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. ഇത് വീഡിയോ അല്ല കേട്ടോ, ഇത് ലൈവാണ് കേട്ടോ. ഹായ് ഞാൻ +2 ആണ് കേട്ടോ എന്ന് പറഞ്ഞു ഷാരു ചേട്ടൻ. ഓക്കെ ഓക്കെ ഓക്കെ. കമ്മൽ സൂപ്പർ സുബീഷേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഞാനും വന്നു കേട്ടോ. അനിയത്തി കുട്ടി എന്ന് പറഞ്ഞിട്ട് ബിബിൻ ചേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഇത് നമ്മുടെ ജിസൻ ചേട്ടനെ കാണുന്നില്ലല്ലോ. ജിസൻ ചേട്ടൻ അപ്പോൾ ഇന്നും എനിക്ക് തോന്നുന്നു 5:15 കഴിഞ്ഞല്ലോ, എന്നിട്ടും കാണുന്നില്ലല്ലോ. ആളെ എന്ത് പറ്റിയാവോ? എന്തായാലും 5:15 കഴിഞ്ഞു. 5:20 ആകുമ്പോൾ ചിലപ്പോൾ വന്ന് പ്രസന്റ് സാറൊക്കെ പറയാൻ സാധ്യതയുണ്ട്. മിക്കവാറും പറയും. നമുക്ക് നോക്കാം, കാത്തിരിക്കാം അല്ലേ. സസ്പെൻസ് അല്ല, സസ്പെൻസ് ആണ്. സുന്ദരി കിട്ടി നീ പറഞ്ഞിട്ട് ആകാശത്തേക്ക് പോകും. സുന്ദരി കുട്ടി നീ പറഞ്ഞിട്ട് ആകാശത്തേക്ക് പോങ്ങട്ടെ കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്നെ അങ്ങ് പൊക്കി ഞാൻ ഇപ്പൊ അവിടെ തന്നെയാണ് നിക്കണത്. ഒരു ഹായ് താനീറ്റി കുട്ടി, അതെന്ത് ചോദ്യമാണ് അശ്വിൻ ചേട്ടാ? ഒരു ഹായ് തരാനോ? അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ അടുത്ത്? എന്തായാലും ബിഗ് ഹായ് കേട്ടോ. ഇന്നലെ എന്താ ലൈവ് ഇടാഞ്ഞേ? അയ്യോ ഷാരോൺ ചേട്ടാ, അതെന്താന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, സോ ലൈവ് ഇടാൻ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എന്നത്തെ പോലെ നമുക്ക് പറ്റുന്ന ഡേ എല്ലാം വന്ന് നമ്മൾ അടിച്ച് പൊളിക്കുന്നുണ്ടല്ലോ. 5 മണി മുതൽ 6 മണി വരെ നമുക്ക് പൊളിക്കാനും പൊളിച്ചെടുക്കാനുള്ള സമയമാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ 5 മണി തൊട്ട് 6 മണി മുതൽ എന്നും നമുക്ക് പറ്റുന്ന ഡേ എല്ലാം നമ്മൾ വന്ന് അടിച്ച് പൊളിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരം അസൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കയറാതിരിക്കുന്നുള്ളൂ കേട്ടോ. മുടി വിഗാണോ ചോദിക്കുന്നുണ്ട് അമീർ. അല്ല MK ചേട്ടാ, അതെന്താണ് അങ്ങനെ ചോദിച്ചേ? ഇത് കണ്ടോ, ഞാൻ വേണേ വലിച്ചു കാണിച്ചു തരാം. അല്ല കേട്ടോ, ഇത് വെക്കുന്നില്ല, ഇതെന്റെ ഒറിജിനലാണ് കേട്ടോ. ഞാൻ കാത്ത് പരിപാലിക്കുന്ന ഒറിജിനൽ മുടിയാണ്. ഓക്കെ, വിച്ച് ഏജ് യു എന്ന് കിഷോറായിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് 50 years ആയി കേട്ടോ. ജിതിൻ ചേട്ടന് എന്നെ ഒഴിവാക്കല്ലേ? അയ്യോ ജിതിൻ ചേട്ടനെ ആരൊഴിവാക്കുന്നു? ആരെയും നമ്മൾ ഒഴിവാക്കാറില്ലല്ലോ. എന്താണ് അങ്ങനെ പറഞ്ഞത്? കമന്റ്സ് വല്ല മൂവായിട്ടായി പോയിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെ വല്ല ജിതിൻ ചേട്ടന്റെ കമന്റ് പോയിട്ട് ജിതിൻ ചേട്ടന്റെ കമന്റ് വായിക്കാഞ്ഞിട്ടാണ് എന്നെ ഒഴിവാക്കല്ലേ എന്ന് പറയുന്നെങ്കിൽ ബിഗ് സോറി കേട്ടോ. അപ്പൊ എന്തായാലും ജിതിൻ ചേട്ടൻ ബിഗ് ഹായ് കേട്ടോ. ഓക്കെ, നൈസ് പ്രൈസ് എന്ന് ഭരത്തേട്ടൻ പറയുന്നുണ്ട്. പിന്നല്ല, എപ്പോൾ തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. എപ്പോൾ തുടങ്ങിയെന്നോ? 5 മണി മുതൽ 6 മണി വരെ നമ്മുടെ ലൈവിന് സമയമാണല്ലോ. അന്നേരം എന്നും എന്താവും? വാഴപ്പറമ്പാണല്ലോ കൂടുതൽ. അതെന്താ ചുറ്റും ആകെ ഒരു 2 വാഴ നിൽക്കുന്നതിനാണോ നിങ്ങൾ അങ്ങനെയൊക്കെ പറയണത്? മുയലിന്റെ ഭക്ഷണം ഉണ്ടല്ലോ അവിടെ, മുയലിന്റെ ഭക്ഷണം. ഓ പുല്ല് ഗ്രാസ് ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഓക്കെ, അങ്ങനെ നമ്മുടെ ജിസൻ ചേട്ടൻ കൃത്യം 5:19 നമ്മൾ 5:20 പറഞ്ഞു. ഓക്കെ, 1 മിനിറ്റ് ഞാൻ പറഞ്ഞില്ല, 1 മിനിറ്റ് താമസിച്ചു. എന്നാൽ ഏകദേശം കറക്റ്റായിട്ട് 5:19 ജിസൻ ചേട്ടൻ വന്ന് പ്രസന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എന്താണ് താമസിച്ചേ വൈകാനുള്ള കാരണം പറഞ്ഞിട്ട് ബോധിപ്പിച്ചിട്ട് കയറിയാൽ മതി കേട്ടോ. അത് നിർബന്ധമാണ് ഇനി മുതൽ. എന്താണ് വൈകിയത്? കാരണം പറയൂ. ഓക്കെ, നമ്മുടെ വ്യൂസ് അങ്ങനെ തന്നെ 169 ആയിട്ടുണ്ട് കേട്ടോ. 169 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളുടെ ഇങ്ങനെ കട്ട സപ്പോർട്ടിനൊക്കെ ഉണ്ടല്ലോ. ഇന്ന് നന്ദി ഉണ്ടാവും കേട്ടോ. ആലപ്പുഴക്കാർക്ക് സ്നേഹത്തോടെ ഒരു ഹായ് പറയാമോ എന്ന് MK ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ല, അതെന്ത് ചോദ്യമാണ് ഇപ്പോൾ. ബിഗ് ഹായ് കേട്ടോ. ആലപ്പുഴയിലുള്ള എല്ലാ ഫ്രണ്ട്സിനും എല്ലാ ചമ്മയുടെ സാങ്സിനും ബിഗ് ഹായ് കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് 180 ആയിട്ടുണ്ട്. എല്ലാവർക്കും സോറി 84 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സോറി 192 ആയിട്ടുണ്ട്. പെട്ടെന്ന് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇന്നലെ എവിടെയായിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നലെ എനിക്ക് ലൈവിന് കയറാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ കസിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. സോ അതായിരുന്നു കേട്ടോ. എനർജി കൊള്ളാം എന്ന് ഷാരോൺ ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. സുമേഷ് ചേട്ടൻ ഇതേ സ്റ്റിക്കേഴ്സൊക്കെ ഇട്ടിരുന്നുണ്ട്. സുമേഷ് ചേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ദിയ കുട്ടി എന്നോട് എന്നിട്ട് ഫ്രണ്ട്ലി അല്ലല്ലോ, അതെന്താണ് അമീരേട്ട അങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് 110 ആയിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. അപ്പോൾ എല്ലാവരെയും കട്ട സപ്പോർട്ടിനൊക്കെ വളരെയധികം നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. സുജിത്തേട്ടൻ ഇത് സ്റ്റിക്കേഴ്സൊക്കെ ഇടുന്നുണ്ട്. ഹരിലാലേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് അശ്വിൻ അല്ല അശ്വന്ത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അശ്വന്ത് ഏട്ടാ ഹായ് ഏട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നലെ ഞാൻ നോക്കി ബട്ട് കണ്ടില്ല. ശരിക്കും നോക്കിയോ? സത്യം പറ, നോക്കിയായിരുന്നോ? ഓക്കെ,
സെറ്റാക്ക് പവർ വരട്ടെ. അനന്ത് ചേട്ടൻ പറഞ്ഞിട്ട് സെറ്റാക്ക് പവർ വരട്ടെ. ബൈ. ഓക്കെ, നിന്റെ പിന്നിൽ എന്താന്ന് സുമേഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്റെ പിന്നിലൊന്നുമില്ല. എന്റെ പിന്നിലിതേ പുല്ലാണ് കേട്ടോ ഉള്ളത്. ഞാൻ പറിച്ച് കാണിച്ചതേ ഉള്ളൂ എൻ്റെ പിന്നിൽ എന്താണ്. ഓക്കെ, വിജയ് ചേട്ടൻ ഇത് സ്റ്റിക്കേഴ്സ് കിട്ടിയിരുന്നുണ്ട്. 5 to 6 ഗുഡ് ടൈം എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല, എല്ലാവർക്കും അങ്ങനെ ആവണം. 5 മുതൽ 6 മണി വരെ എല്ലാവർക്കും ഗുഡ് ടൈം ആവണം കേട്ടോ. വാങ്ങിയല്ലേ വിഗ് പൊളിയാന്ന് പറയുന്നുണ്ട്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് നോട്ട് എ വിഗ്. ഓക്കെ, ഇത് ഒറിജിനലാണ്. ഇതെൻ്റെ ഒറിജിനൽ സാധനമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ഒരു പൊടി പോലും പറ്റാതെ നോക്കി വളർത്തുന്ന ഒരു സാധനമാണിത്. പക്ഷെ ഒത്തിരി വളരുന്നില്ല. നോക്കി വളർത്തുന്നതെന്നും കൊണ്ട് കാര്യമില്ല, വളരുന്നില്ല. ഇതുണ്ടോ, അന്ന് ഒരു ദിവസം ഒരു ഒന്ന് വെട്ടിക്കഴിഞ്ഞ് പിന്നെ വളരുന്നില്ല. അതെന്താണെന്നറിയില്ല. ഹെയർ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. പ്രവീൺ ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്. ഓക്കെ, ഒരു പാട്ട് പാടും ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, പാടിത്തരാലോ. ഓക്കെ, നമ്മുടെ അകലെയൊരു താരകമായ പാട്ട് പാടിത്തരാട്ടോ. അകലെയൊരു താരകമായെന്നുയിരിൻ ഉയരേ വരുമോ നീ, അഴകിലൊരു പുഞ്ചിരിയേകീരവും പകലും നിറയൂ നീ, ഏറെ ജന്മമായി കാത്തിരുന്ന പോലെൻ്റെ പാതയിൽ വന്നതാണു നീ, ജീവതാളമായി മാറിയെങ്കിലും മാഞ്ഞതെന്തിനോ ഒരു നാളിൽ, അകലെയൊരു താരകമായെന്നുയിരിന്നുയിരേ വരുമോ നീ, അഴകിലൊരു പുഞ്ചിരിയേകീരവും പകലും നിറയൂ നീ. ഓക്കെ, താങ്ക് യു. അപ്പം അങ്ങനെ നമ്മുടെ വ്യൂവേഴ്സ് 226 ആയിട്ടുണ്ട്. താങ്ക് യു എല്ലാവരെയും കട്ട സപ്പോർട്ടിന് വളരെയധികം നന്ദി ഉണ്ടിട്ട്. അപ്പം ഇനി വാച്ചിങ് ഇടുക്കി ഗോൾഡ് 109 FM മലനിരകൾക്കൂടെ സഞ്ചരമായിരിക്കിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വിജയത്തെ കൂടി. അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ പരമാവധി സപ്പോർട്ട് കിട്ടും. അതുപോലെ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ സ്ട്രെങ്ത്. ഓക്കെ, ഹലോ അന്നമ്മോന്നു ജിതി ചേട്ടാ. എൻ്റെ പേര് അന്നമ്മയല്ല, അന്നമ്മയുടെ ലൈവ് അല്ല ഇത് കേട്ടോ. നമ്മുടെ അന്നമ്മ ചേച്ചിയുടെ ലൈവിൻ്റെ സമയം വേറെയാണ് കേട്ടോ. ഓക്കെ, ഞാൻ DA കുട്ടിയാണ് കേട്ടോ. 200 എന്നാ ചേട്ടൻ പറയുന്നുണ്ട്. 225 ആയിരുന്നു കേട്ടോ. ഓക്കെ, 232 ആയിരുന്നു. ഓക്കെ, ഒരു സോങ് പാടുമോ അനന്ത് ചേട്ടാ? ഇപ്പോഴൊരു സോങ് പാടിയതല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ സോങ് ഒക്കെ ഇട്ടിട്ട് ഇനി ഒത്തിരി പാടി നിങ്ങൾ ഇനി പോയാലോ? ഓക്കെ, നമ്മൾ ഇനിയും പാടി തരുന്നതായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ ഒന്നിനും പിശുക്ക് കാണിക്കുന്നതല്ലല്ലോ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ സംസാരം പൊളിയാട്ടോ എന്ന് പറയുന്നത്. താങ്ക് യു. ഞാനിപ്പം വീട്ടിലെത്തിയേ ഉള്ളൂ. ഒരു സ്ഥലം വരെ പോയതായിരുന്നു. ജിസൻ ചേട്ടാ തൽക്കാലം അങ്ങ് ക്ഷമിച്ചേക്കുന്നു. ഓക്കെ, നാളെ തൊട്ട് ഇങ്ങനെ ഞാൻ സമ്മതിക്കില്ല. അപ്പം എന്നും ഓരോ സ്ഥലത്ത് പോയിട്ട് 5-15 കഴിയുമ്പോഴാണ് വരുന്നത്. എനിക്കത് അറിയാൻ പറ്റില്ല. എവിടെയാണ് ആ സ്ഥലം? ഒന്നുകൂടെ എന്താണോ ഷോ അത് പോയാലും. സ്മാർട്ട് ഗേൾ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. പിന്നല്ല, നമ്മൾ സ്മാർട്ട് ആണല്ലോ അല്ലേ. DA കുട്ടിയുടെ ബാഗിലുള്ള ഒരു ഡോഗ് ഉണ്ടല്ലോ. പട്ടിയുണ്ടോ? സാരമില്ല കേട്ടോ. അതെ, വേണേ നോക്കിക്കോ. ഇവിടെ വല്ല പട്ടി ഉണ്ടെങ്കിലും ഞാനങ്ങ് സഹിച്ചു കേട്ടോ. ഒരു ഡോഗ്സും ഇല്ല ഇവിടെ. എൻ്റെ പുറകിലൊന്നുമില്ല. ചിലർ പറഞ്ഞു പാമ്പാന്നോ ഉണ്ടെന്ന്. ഇന്നലെ പറഞ്ഞു എൻ്റെ താഴെ തലയോട്ടി കിടപ്പുണ്ടെന്ന്. ഇതെല്ലാം ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ വിശ്വസിച്ചു കേട്ടോ. പട്ടിയൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ കേട്ടോ. ഓക്കെ, നമ്മുടെ ഹരിച്ചേട്ടൻ കാട്ടിലെ വെള്ളിമൂങ്ങ. ഓ, വെള്ളിമൂങ്ങ എന്നെ കൊണ്ട് മേലെ. കാട്ടിലെ വെള്ളിമൂങ്ങ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്താ ഇതെന്ന് മൂന്നടിച്ചേക്കുന്നുണ്ട്. ഇതെന്താണെന്നറിയില്ലേ? ദിസ് ഈസ് ഇടുക്കി ഗോൾഡ് 109 FM മലനിരകൾക്കൂടെ സഞ്ചാരമായി ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വിജയ് കുട്ടിയുടെ ലൈവാണ് കേട്ടോ ഇത്. ഇപ്പം മനസ്സിലായത് എന്താ സംഭവം. ഓക്കെ, പുല്ല് എന്ന് പറയുന്നുണ്ട്. യെസ്, ഇതൊരു പുല്ലാണ്. ദിസ് ഇസ് എ ഗ്രാസ്. നമ്മുടെ മിഥുൻ ചേട്ടൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. പിന്നല്ല, സുഖമല്ലേ മോളെന്ന് വിനു ചേട്ടൻ പറഞ്ഞിട്ട്. പിന്നെ സുഖമാണല്ലോ, സുഖത്തിനൊന്നും കുറവില്ല. നമ്മൾ അങ്ങ് ഒരേ പൊളിയായിട്ടൊക്കെ പോവാം. അയ്യോ, ഞാൻ ചുമ്മാ ചോദിച്ചതാന്ന് പറയുന്നത്. അനന്ത് ചേട്ടൻ എന്നതായിരുന്നു ചോദിച്ചിരുന്നത്, ഞാൻ അങ്ങ് മറന്നു കേട്ടോ. എന്തായാലും ഓക്കെ, 235. അയ്യോ, ഓക്കെ, താങ്ക് യു. എന്നാൽ പിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു. എന്തായാലും നിങ്ങളൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ടല്ലോ. താങ്ക് യു. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണല്ലോ 225, 230 ഒക്കെ ആവുന്നേ. അപ്പോൾ അതിന് വളരെയധികം നന്ദി കേട്ടോ. നമ്മുടെ റിനിമോൾ ചേച്ചി കാണാൻ തുടങ്ങി, അല്ല വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, റിനിമോൾ ചേച്ചി ഹായ്, ബിഗ് ഹായ് കേട്ടോ.
ഇനിപോലെ ഇച്ചിരി കട്ട സപ്പോർട്ടിനും എല്ലാം നമ്മുടെ നന്ദി ഉണ്ടായിരിക്കും കേട്ടോ. ഗുഡ് ഈവനിങ് രമണ ചേട്ടൻ പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ്. നമ്മൾ തോമസ് കുട്ടി വിട്ടോടാ എവിടെയും വിടണ്ട കേട്ടോ. ഓക്കെ, വെള്ളരിപ്രാവില്ലേ എന്ന് ഈ വെള്ളരിപ്രാവിൽ എന്തിനാണ് പിടിക്കുന്നത്? സ്വീറ്റ് വോയിസ് എന്ന് സുബ്രഹ്മണ്യൻ ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. പാട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. പാട്ട് വേണോ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. 225 IView. താങ്ക് യു. ഓക്കെ, ഗുഡ് വോയിസ് എന്ന് ബാബു ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. അച്ഛൻ ചേട്ടൻ ആഹാ എന്ന് വന്നിട്ട് തോമസ് കുട്ടി വിട്ടോടാന്ന് പിന്നെയും പറയുന്നുണ്ട്. വ്യൂസ് ഒരുപാട് കൂടട്ടെ അല്ലേ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അമീരേട്ടാ താങ്ക് യു. വ്യൂസ് ഒരുപാട് കൂടട്ടെ അല്ലേ, ഇനിയും കൂടും. റിപ്ലൈ തരുന്ന കാര്യം മറക്കരുതേ. ഇല്ല കേട്ടോ, റിപ്ലൈ തരുന്ന കാര്യം ഒരിക്കലും ഞാൻ മറക്കൂല. സോങ് സൂപ്പർ എന്ന് ഗോകുലേട്ടൻ പറയുന്നുണ്ട്. ഓ താങ്ക് യു. അപ്പൊ ചിലവരെന്നെ ആക്കിയായിരുന്നല്ലോ കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ്. ഇതിലേത് ഞാൻ വിശ്വസിക്കണം? എന്തായാലും ആരെന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല. മണർകാട് ഒരു ഹായ് പറയൂ. ഓക്കെ, മണർകാടുള്ള സുമേഷ് ചേട്ടനും അപ്പോൾ മണർകാടിലുള്ള എല്ലാവർക്കും ബിഗ് ഹായ് ആയിട്ടും. നമ്മുടെ അനുചേട്ടൻ ഹലോ പറയുന്നുണ്ട്. ഹലോ രതീഷ് ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് രജിത ചേച്ചി ഹായ് മോളെ എന്ന് വിളിക്കുന്നുണ്ട്. ഹായ്. നെയ്മ് പറയുമ്പോൾ ഏത് ക്ലാസ്സിൽ നിന്ന് പറയണ? ഓ നെയ്മ് പറയുമോ? ഏത് ക്ലാസ്? ഓക്കെ, ഏബിലേട്ടനാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ 10th പഠിക്കുന്നത്. എൻ്റെ പേര് ഡിയ. നിങ്ങളുടെ സ്വന്തം വിജയതി കുട്ടി. ഡിയർ കട്ടപ്പന ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തോ അമീരട്ടോ സുന്ദരിക്കുട്ടിയായിട്ടുണ്ടെന്ന് വൈഗ ചേച്ചി പറയുന്നുണ്ട്. താങ്ക് യു. വൈഗ ചേച്ചിയാണ് ഭയങ്കര ഡേട്ടനാണ്. ഡിയർ ഒരു ഡാൻസ് എന്നാ? ഓ മൈ ഗോഡ്, ഞാൻ ആ കാര്യം പിന്നെ വിട്ടുപോയല്ലോ. നമ്മൾ ഒരു ദിവസം കളിക്കും, നമ്മളത് കളിച്ചിരിക്കും. ഓക്കെ, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, ഇതേ കുട്ടി അന്നമ്മ താഴെ കമന്റ് ബോക്സിൽ വന്നപ്പോൾ ഞാൻ ഹായ് പറഞ്ഞതാ. ആണോ? എന്നാ സാരമില്ല കേട്ടോ. എന്നാ പിന്നെ ഓർത്ത് ഇങ്ങനെ റിപ്ലൈ തന്നിട്ട് വേണ്ടായിരുന്നു പറയേ. എന്തായാലും ആയിക്കോട്ടെ, ഞാൻ ഹായ് അങ്ങ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ. സുഖം തന്നെ എന്ന് പറയുന്നുണ്ട്. ആണോ? എന്നാൽ പിന്നെ എനിക്ക് സുഖം കേട്ടോ. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. വാട്സ് യുവർ നെയിം അനുരാഗ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. വാട്സ് യുവർ നെയിം അറിയില്ലേ? എൻ്റെ പേര് ഡിയ. നിങ്ങൾ സ്വന്തം വിജയ് കുട്ടി. ഇന്നലെ എന്നെ പറ്റിച്ചല്ലോ, എന്താ വരാഞ്ഞെന്ന് ചാരും ചേട്ടൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ആരും പറ്റിച്ചതല്ല. ഇന്നലെ ഞാനൊരു ഏറ്റി പോയതായിരുന്നു. സോ കയറാൻ പറ്റില്ലേ ലൈവിന്, ക്ഷമിക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പറ്റുന്ന ദിവസമൊക്കെ നമ്മൾ വരുന്നുണ്ടല്ലോ. നെയിം പറയാമോ? ഏത് ക്ലാസ്സിൽ ലേബിളേട്ടൻ ചോദിക്കുന്നുണ്ട്. ഞാൻ 10th പഠിക്കുവാണ്. എൻ്റെ പേര് ഡിയ. ഇനി ഒന്നുകൂടെ പറയണം. കുറേ തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹരിച്ചേട്ടൻ ഇതേ കാമോൺ എന്ന് പറഞ്ഞ ചിക്കാസൊക്കെ എഴുതുന്നുണ്ട്. നെയിം പറയാമോ? ഏത് ക്ലാസ്സിൽ? ഏവിലേട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട്. മൈ ഗോഡ്, ഞാൻ 10th പഠിക്കുന്ന. എൻ്റെ പേര് ഡിയ. നിങ്ങൾ സ്വന്തം വിജയത്തെ കിട്ടി. നെയിം പറയാമോ? ഏത് ക്ലാസ്സിൽ? ഏവിലേട്ടാ. ഞാനൊന്ന് പറഞ്ഞു. ഏവിലേട്ടൻ്റെ കമൻസ് തന്നെയാണ് കേട്ടോ. അത് തന്നെ ഏവിലേട്ടൻ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ 10th പഠിക്കുവാണ്. എൻ്റെ പേര് ഡിയ. നിങ്ങൾ സ്വന്തം വിജയത്തെ കുട്ടി. ഓക്കെ, ആരാണ് ശരിക്കും പുട്ട് കഴിച്ചു വരുന്നത്? നിങ്ങൾ തന്നെയാണ് പുട്ട് കഴിച്ചു വരുന്നത്, എനിക്കറിയാം. പുലി വരുന്നു എന്ന് പറയുന്നുണ്ട്. പുലി വരുന്നുണ്ടോ? മൈ ഗോഡ്, എനിക്ക് പുലിനെ ഇഷ്ടമാണ് കേട്ടോ. പുലി വരുവാണെങ്കിൽ ഞാൻ കണ്ടോളാം. എനിക്ക് ഇഷ്ടമാണ് പുലീനെ. ഓക്കെ, ഹെയർ പൊളിച്ചു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. നമ്മൾ ലൈവിൽ കൂടെ കാണുമ്പോൾ ഹെയർ അല്ലെങ്കിൽ നല്ലതാണ്, അല്ലാതെ നേരിട്ട് കാണണം. പൊളിച്ച വോയിസ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. ഓക്കെ, നമ്മുടെ അഫ്നി ചേച്ചി ഇതേ ശിക്കാസ് കേട്ടിരുന്നുണ്ട്. അഫാൻ ചേച്ചി ഹായ് പറയുന്നുണ്ട്. അഖിലേട്ടൻ ഹായ് പറയുന്നുണ്ട്. സൂപ്പർ മോളു എന്ന് നിവിലേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. അപ്പം നമുക്ക് നെക്സ്റ്റ് പാട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പാട്ടിലേക്ക് പോകാം. പൂമത്തോളം നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയിൽ പെയ്തടി. ആ പാട്ട് പാടി തരാട്ടോ. പൂമത്തോളെ നീ എരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി. മാനത്തോളം വരേണം മഴവില്ല. ഓക്കെ, താങ്ക് യു. ഇടയ്ക്കത് തെറ്റിപ്പോയി, സാരല്ല, ക്ഷമിക്കൂ കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ പാടിത്തരാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ പാടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം എനിക്ക് തോന്നുന്നു. ഞാനല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വെറുതെ ഇരിക്കുമ്പോൾ വലിയ പാട്ടൊന്നും പാടാറൊന്നും ഇല്ല. പിന്നെ നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ നിരസിക്കും? നിങ്ങൾ എന്നെ ഇത്ര കട്ട സപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നിരസിക്കാൻ പറ്റുമോ? അതാണ് കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു വെട്ടം നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ലൈറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയട്ടോ. ഒരു ഹായ് പറയോ പ്ലീസ് എന്ന് സ്മത് ചോദിക്കുന്നുണ്ട്. അതെന്ത് ചോദ്യമാണ്? ബിഗ് ഹായ് കേട്ടോ. ഒന്ന് സ്പീഡ് കുറയ്ക്കാമല്ലോ.
ഒരു ഡേ എല്ലാം ശരിയാകുമായിരിക്കും അല്ലേ? ഒരു ഡേയോ? എന്താണ് ശരിയാകാനുള്ളത്? ഇനി എന്താണ് ഇവിടെ ശരിയാനുള്ളത്? അമ്മയുടെ പറയും എന്താണ് ഇവിടെ ശരിയാനുള്ളത് എന്നും പറയുന്നുണ്ടല്ലോ. ഒരു ദിവസം എല്ലാം ശരിയാവുന്നു. എന്താണ് പ്രോബ്ലം? ഇവിടെ ഒരു പ്രോബ്ലം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണോ കർത്താവിനറിയാം. ഓക്കെ, സുന്ദരിക്കുട്ടി എന്ന് ശ്യാമോൻ ചേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. ഐ ആം ഇൻ ഏലപ്പാറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏലപ്പാറ നമ്മുടെ അടുത്ത സ്ഥലമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏലപ്പാറ നിന്ന് ബിനു ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് ചേട്ടോ. അല്ല, ഹായ് പറയുന്നില്ല, ചേട്ടനാണ് കേട്ടോ. അപ്പം ഹായ് ചേട്ടാ. ഓക്കെ, അപ്പോൾ മോള് സുഖമാണോ ചോദിക്കുന്നുണ്ട്. ജസ്റ്റിൻ ചേട്ടൻ സുഖമാണല്ലോ, സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ചേട്ടാ. മണർകാട് ഉയിര് കഴിഞ്ഞ തവണ ഞാൻ അവിടെ മല കയറാൻ വന്നിരുന്നു എന്ന് ജിസൻ ചേട്ടൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ചിബി ചേട്ടൻ ഹായ് മോളെ എന്ന് വിളിക്കുന്നുണ്ട്. ഹായ് ചേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളായി ബ്രോ? എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ. സുമേഷ് ചേട്ടൻ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ ചായക്ക് കുടിച്ചില്ല. ഒരു ഡേ മനസ്സിലാകും ഫ്രണ്ട്ഷിപ്പ് വരും എന്ന് കരുതുന്നു. അതാണ് ഇപ്പൊ എന്താ ഫ്രണ്ട്സ് അല്ലേ? ഇവിടെ എന്താണ് ഫ്രണ്ട്ഷിപ്പിന് ഒരു കുറവ്? ഇപ്പൊ നമ്മളെല്ലാവരും കട്ട ചങ്കായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. എന്താണ് പ്രശ്നം? എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ സമയം 5:31 ആയിട്ടുണ്ട്. അപ്പൊ സമയം ഇന്ന് പെട്ടെന്ന് പോവാണ്. അപ്പൊ എല്ലാവരും നമ്മൾ ഇനി പരമാവധി സപ്പോർട്ട് ചെയ്യട്ടെ. ഇനി വാച്ചിക്കിടയ്ക്ക് Call100.9 FM മലനിരക്കൂടെ സഞ്ചാരം ഇടുക്കിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം വിജയത്തെ കിട്ടി. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല, കമന്റ് ചെയ്തില്ല. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇടുക്കി കോൾ എന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ധാരണയും തെറ്റിദ്ധാരണയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയെന്ന് പറയുന്നത്. അതായത് ധാരണ നമ്മൾ അതെന്താന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണയും അങ്ങനെ ഒരു ധാരണയൊന്നും ഇല്ല. പിന്നെ അത് നിങ്ങൾ വിചാരിച്ചെടുക്കുന്നതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സ്കൂളാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഞാൻ 10th അവസാനം സ്കൂളിൽ പഠിക്കുവാണ് കേട്ടോ. ഹായ് മാഡം, സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട് അമൽമാൽ ചേട്ടൻ. ഓക്കെ, എനിക്ക് സുഖമാണല്ലോ മോളെ. സൂപ്പർ സോണിയ ചേച്ചി പറയുന്നുണ്ട്. താങ്ക് യു ചേച്ചി. താങ്ക് യു വെരി. ഓക്കെ, നമ്മുടെ ഇനി പേരും ക്ലാസ്സിൽ ഒരു ബോർഡിൽ എഴുതി വെച്ച് ലൈവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതെ, പുറകിലൊരു വലിയ ബോർഡിൽ നെയിമും ക്ലാസ്സും എഴുതി വെക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതാണല്ലോ ചോദിക്കുന്നത്, പേരെന്താ, ക്ലാസ് എന്താ. അപ്പം അതെല്ലാം നമുക്ക് ഒരിടത്ത് എഴുതി വെച്ചിട്ട് ലൈവ് തുടങ്ങാം അല്ലേ. ഇനി അറിയാത്തവരെല്ലാം കണ്ടറിയട്ടെ. റിപ്ലൈ 2 വീക്ക് ആയിട്ടോ എന്ന് പറയുന്നുണ്ട്. ദൈവമേ, ഇതെന്താണ് സംഭവം? എനിക്കൊന്നും അറിയത്തില്ല. അവരേട്ടൻ എന്താണ് ഈ പറയുന്നത്? ചുമ്മാ അമൽമാലയുടെ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അനിയത്തിക്കുട്ടി ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം പറ. ബെസ്റ്റ് ഫ്രണ്ടിന്റെ എല്ലാവരും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ ഇന്ന ഒരാളെ മാത്രം ബെസ്റ്റ് ഫ്രണ്ട് ആയൊന്നും ഇല്ല കേട്ടോ. പുലി വരുന്നു സുമേഷിന്റെ പറയുന്നുണ്ട്. പുലി വരുന്നെങ്കിൽ വന്നോട്ടെ, നമുക്കിപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല. അനീഷ് ചേട്ടൻ ഐ മിസ് യു എന്ന് പറയുന്നുണ്ട്. സോ സാഡ് ഫ്രണ്ട്ലി ടാക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നല്ല, നമ്മളെല്ലാവരും ഫ്രണ്ട്ലി ടാക്കാണല്ലോ. മുടിയിൽ പാമ്പ് കയറില്ല എന്ന് പ്രിൻസ് ചേട്ടൻ പറയുന്നുണ്ട്. ഇല്ല, അതിന് അത്ര നീളമൊന്നും ഇല്ല കേട്ടോ, ഇച്ചിരി നീളമുള്ളൂ, അതുകൊണ്ട് അങ്ങനെ കയറൊന്നുമില്ല. ശാന്തി ചേട്ടൻ ചിക്കാസ് കിടന്നുണ്ട്. കുയ്യ നഗലേട്ടൻ പറഞ്ഞിട്ട് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? രമലത്തേട്ടൻ ഹായ് ഒക്കെ പറയുന്നുണ്ട്. വേറെ പണിയൊന്നും ഇല്ലെന്ന് ഇതാണല്ലോ നമ്മുടെ പണി. സോണി ചേച്ചി ഹായ് പറയുന്നുണ്ട്. ഹായ്. ഓക്കെ, നമ്മുടെ അനന്ത് ചേട്ടൻ ചിക്കാസ് കിടന്നുണ്ട്. ഓക്കെ നമ്മുടെ ജോൺ ചേട്ടൻ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നുണ്ട്. പിന്നല്ല, താങ്ക് യു. ഓക്കെ, ഇനിയും ഇങ്ങനെ നിങ്ങളുടെ ഇതുപോലുള്ള കട്ട സപ്പോർട്ടിങ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണല്ലോ നമ്മുടെ സ്ട്രെങ്ത്. ഇനി വാച്ചിങ് ഇടുക്കി Call100.9 FM മലനിരക്കൂടെ സഞ്ചാരമായി ഇടുക്കിയിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വിജയ് ദിയക്കുട്ടിയുടെ ലൈവ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ 5 മണി തൊട്ട് 6 മണി വരെ നമ്മുടെ അട്ടിച്ച് വിളിക്കാനുള്ള സമയമാണ്. അപ്പം കമന്റ് ബോക്സിന് ഇപ്പോഴത്തുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്കൂടെ വാട്സപ്പ് കൂടെ ഒക്കെ ഷെയർ ചെയ്യും. അങ്ങനെ നമ്മളെ കട്ട സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. സപ്പോർട്ടാണല്ലോ നമ്മുടെ സ്ട്രെങ്ത്. ഓക്കെ, ഹായ് ദിയക്കുട്ടി എന്ന് ചേച്ചി വിളിക്കുന്നുണ്ട്. ഹായ് ബ്രോ, ഹായ് സീസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? കേറട്ടെ, എന്നും ഉയരട്ടെ, വീണ്ടും കേറട്ടെ. ഓക്കെ, ഇനി നമ്മൾ ഉയരങ്ങളിൽ കയറും കേട്ടോ. ഓക്കെ, ചങ്കല്ല ചങ്കിടിപ്പ് എന്ന് പറയുന്നുണ്ട് ജിസൻ ചേട്ടനോ. എനിക്ക് മേല. ഇന്ന് ഓൺലൈൻ ക്ലാസ് ഇല്ലേ, ഇതുകൊണ്ട് ലൈവിൽ വന്നേ. ഇന്ന് ഞായറാഴ്ച അല്ലേ, സൺഡേസേ ഹോളിഡേ, അന്നും ക്ലാസ് വെക്കണം എന്നാണ് പറയുന്നത്.
സുഖമാണോ നിബിൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ സുഖമാണല്ലോ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ, ഹാ ഹാ ഹാ. ഓക്കെ, ഇന്ന് പറയുന്നു ആരോട് പറയാൻ, ആര് കേൾക്കാൻ, ഹാ ഹാ ഹാ. എന്താണ് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പറയും, നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല, അല്ലേ, നോക്കണ്ട ഉണ്ണി ഇത് ഞാനല്ല. നെഗറ്റീവ് കമന്റ്സ് ഒന്നും വരല്ലേ കർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇല്ല മുഹമ്മദ് ഏട്ടാ. നമ്മൾ വന്നാൽ ഇപ്പം ആരെങ്കിലും ഒരാൾ ഇട്ടാൽ നമ്മൾ അതിനുള്ള തിരിച്ച് മറുപടി കൊടുത്തിരിക്കും. നമുക്കങ്ങനെ അത് കേട്ടിരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. സോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ചു പണി കൊടുത്തിരിക്കും. അജ്മൽ ഏട്ടൻ്റെ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രാജു ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. സുമേഷ് ഏട്ടൻ പൊളിയാ നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. മിന്നല്ല, താങ്ക് യു. ഒരു പാട്ട് പാടുന്നു നഫ്രേട്ടൻ, ഇനിയും പാടണോ? പാടാലോ. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരചിതിയിൽ മൗനം വാചാലം സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ പെൺ. ഓക്കെ, അപ്പം അത് മതി കേട്ടോ. താങ്ക് യു. ഓക്കെ, എന്നെ മറന്നു എന്ന് ദേവിക പറയുന്നുണ്ട്. ഞാൻ മറന്നില്ല കേട്ടോ. സ്മാർട്ട് ആണല്ലോ എന്ന് സുജിത്തേട്ടൻ പറയുന്നുണ്ട്. പിന്നല്ല, നമ്മൾ സ്മാർട്ട് ആണല്ലോ. പഠിക്കാനുള്ള ടൈമിൽ വരുന്ന ലൈവ് വരുന്നു ചേട്ടൻ. അതിന് ഞങ്ങൾക്ക് ഈ സമയത്തല്ല കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയല്ല. 5 മണിയുടെ എന്തായാലും നമ്മളൊരു ദിവസം ഉണ്ടല്ലോ കുറേ നേരം എന്തായാലും കുത്തിരുന്ന് പഠിക്കാനൊന്നും നടക്കുന്നുണ്ട് പറ്റുക. അപ്പോൾ കുറേ നേരമൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ ആ ഫ്രീ ആയിരിക്കണ സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിയേക്കാം. അപ്പോൾ ഇതൊരു കലയാണല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു ഇതാണല്ലോ. അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനൊക്കെ പറ്റുമെങ്കിൽ അത് എല്ലാം കൊണ്ടും നമ്മൾ ആ വേസ്റ്റ് ആക്കണ സമയം ഇതിനു വേണ്ടി വേസ്റ്റ് ആക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. ഓക്കെ, ദിയക്കുട്ടി ഇപ്പോൾ എന്നാണ്ട് വിശേഷം എന്ന് ജോബും ചേട്ടൻ ചോദിക്കുന്നുണ്ട്. വിശേഷമൊന്നുമില്ല ജോബും ചേട്ടാ, സുഖമായിട്ടൊക്കെ അങ്ങ് പോകുന്നു. ഹായ് മോളെ എന്ന് ജസ്റ്റിൻ ചേട്ടൻ വിളിക്കുന്നുണ്ട്. ഹായ് ബ്രോ. ലിയോൺ ഏട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് ഫ്രണ്ട് ടെസ്റ്റ് മെസ്സേജ് എൻ്റെ FB ഇപ്പം മനസ്സിലായോ എന്ന് പറയുന്നുണ്ട്. ഓ, ഇപ്പോഴും മനസ്സിലായില്ല. എന്താണ് സംഭവം? പറയൂ കേട്ടോ, ലൈവിൽ കൂടെ പറയും, നമുക്ക് നോക്കാം, പരിഹരിക്കാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടല്ലേ ലൈവ് കാണാൻ പറ്റാത്ത കേട്ടോ. സാരില്ല, അനിലേട്ടന് സമയം ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പോൾ സമയമുള്ള ടൈമിൽ നമ്മളിങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. കൊള്ളാം വർഷത്തേട്ടൻ പറയുന്നുണ്ട്. താങ്ക് യു. സുജി ചേട്ടൻ ഹായ് സുഖം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സുഖമാണല്ലോ. കിച്ചു ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ് അലൻ ചേട്ടൻ ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഹായ് ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തീമീനും മുടിയൊക്കെ പറക്കുന്നു. ഓക്കെ, നമ്മുടെ ദിനീഷ് ചേട്ടൻ ഹായ് പറയുന്നത്. ഹായ് സുഖം അല്ലെന്ന് ജസ്റ്റിൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സുഖമാണല്ലോ. മഹേഷിൻ്റെ ഓക്കെ, മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഇടുക്കി സോങ് പാടിത്തരാം കേട്ടോ. ഓക്കെ, നമ്മൾ സദ്യ ചേച്ചി ഹായ് പറയുന്നുണ്ട്. ഹായ് ഗോഡ്സൺ ചേട്ടൻ ഹായ് ഹലോ പറയുന്നുണ്ട്. ഹലോ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ഒരു പാട്ടും കൂടെ ഞാനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ പാട്ടുകൂടെ നമ്മളിന്ന് പാടുവാണ് കേട്ടോ ലാസ്റ്റായിട്ട്. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഇന്ന് അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടാൻ പറ്റുമോ? നാളെ അവൾക്ക് ലൈവ് കയറാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലൈവിന് കയറിയിട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും പാടിത്തരാം കേട്ടോ. ആരാധിക്കേ മഞ്ഞുതീരം വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ നീ എങ്ങ് പോകിലും അകലേക്കുമായിലും എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, എന്നെ അറിയാനുള്ളു നിറയാം ഒഴുകി ഞാൻ എന്നും ഒരു പുഴയായി. ആരാധികേ മഞ്ഞുതീരം വഴിയരികെ നാളേറെയായി കാത്തുനിന്നു മിഴി നിറയെ പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലേ
പ്രകാശമില്ലിനി മിഴിനീരു പെയ്ത മാറിയിൽ കെടാതെ കാത്തു പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞു പുന്തിരി. അപ്പോൾ താങ്ക് യു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ടിന് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, സോറി. അപ്പം ഇവൾക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ നിൻ്റെ സൗണ്ട് അത് പോയാലും സാരമില്ല, ഒന്ന് പാടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് നേഹ എന്നാണ് കേട്ടോ. അപ്പോൾ നേഹയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, തോമസ് ചേട്ടൻ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. കുറച്ച് വാട്ടർ കുടിക്കുമോ എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് ചേട്ടാ അങ്ങനെ വെള്ളം കുടിക്കുമോ? ഞാൻ നിങ്ങളെ വെള്ളം കുടിപ്പിച്ചിട്ടേ കുടിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ കോട്സ് ചേട്ടൻ സിക്കാസ് ഉണ്ട്. ശ്രീഹരി ചേട്ടൻ ഹായ് പറയുന്നുണ്ട്. ഹായ്, വോയിസ് ചേഞ്ച് ആയല്ലോ സിസ് എന്ന് പറയുന്നുണ്ട്. അതെ ഒച്ചയിൽ നമ്മളിങ്ങനെ പറഞ്ഞ് വോയിസ് സ്ട്രെസ് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല കേട്ടോ, സാരല്ല, നിങ്ങളുമായിട്ട് അടിച്ച് പൊളിക്കാനല്ലേ, അപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, സോ ക്യൂട്ട് എന്ന് വിജയ് കുമാറായിട്ട് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. വാച്ചിങ് എനിക്ക് കോൾവൻ ചൂസ് പോയി 9FM നിൽക്കുന്ന സഞ്ചാര മെഡിക്കലിൽ നിന്ന് കട്ടപ്പനയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം വിജയത്തെ കൂട്ടിട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്തില്ല, ഷെയർ ചെയ്തില്ല, കമൻറ്റ് ചെയ്തില്ല എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ പരമ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഇടുക്കി കോളം യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോറി, അപ്പം ഇന്ന് എനിക്ക് ബാറ്ററിയിലോ കാണിക്കുന്നുണ്ട്. സോ കുത്തിയിടാനൊന്നും ഇപ്പം പറ്റില്ല, കാരണം ഞാൻ ഇന്ന് വേറെ സ്ഥലത്ത് വന്നിരുന്ന് ലൈവ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് അത്രയും കുറച്ച് ഫോൺ യൂസൊക്കെ ചെയ്തിട്ടായിരുന്നു. സോ അതുകൊണ്ട് ചാർജത്തിന് ചെറിയ പ്രശ്നമുണ്ട്. സോ ദി സൈനിങ് ഓഫ് ടാറ്റ ബൈ, സീ യു. നാളെ ഉറപ്പായിട്ടും കാണാം കേട്ടോ. നാളെ നമ്മൾ നേരത്തെ വന്ന് ചാർജൊക്കെ ഫുള്ളാക്കിയിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് നാളെ ഫുൾ ടൈം കാണാം കേട്ടോ. ടാറ്റ.